സാമ്പത്തികപരമായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടായിരിക്കണം. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരാളുടെ അച്ചടക്കം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു അളവുകോലാണ്. വ്യക്തിഗത വായ്പകൾ, ക്രെഡിറ്റ് കാർഡ് എന്നിവയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ സ്കോർ പരിഗണിക്കാറുമുണ്ട്. പലപ്പോഴും ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കാരണം പലർക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തം പ്രതിഫലിക്കുന്ന മൂന്നക്ക നമ്പറാണ് ക്രെഡിറ്റ് സ്കോർ. സാധാരണയായി 300-നും 900-നും ഇടയിലാണ് ഈ സ്കോർ. വായ്പ തിരിച്ചടച്ച ചരിത്രം, ക്രെഡിറ്റ് ഉപയോഗം, പുതിയ വായ്പകളുടെ എണ്ണം തുടങ്ങിയ പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. 750-ന് മുകളിലുള്ള ക്രെഡിറ്റ് സ്കോർ വളരെ മികച്ചതായി കണക്കാക്കപ്പെടുന്നു. ഉയർന്ന സ്കോർ ഉള്ളവർക്ക് ബാങ്കുകൾ കൂടുതൽ എളുപ്പത്തിൽ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകാൻ തയ്യാറാകും. അതുപോലെ ഉയർന്ന ക്രെഡിറ്റ് പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ സാമ്പത്തികപരമായ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാനും സാധിക്കും. ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്നത് സ്കോർ കുറയാൻ കാരണമാകും. ഈ ധാരണ പൂർണ്ണമായും ശരിയല്ല. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ സ്വയം പരിശോധിക്കുമ്പോൾ അത് സോഫ്റ്റ് എൻക്വയറി എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു വായ്പയ്ക്കോ ക്രെഡിറ്റ് കാർഡിനോ അപേക്ഷിക്കുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങളുടെ സ്കോർ പരിശോധിക്കുന്നു. ഇതിനെ ഹാർഡ് എൻക്വയറി എന്നാണ് വിളിക്കുന്നത്. ഇത്തരം പരിശോധനകൾ നിങ്ങളുടെ സ്കോറിനെ നേരിയ തോതിൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ധാരാളം ധനകാര്യ സ്ഥാപനങ്ങളിൽ വായ്പകൾക്കായി അപേക്ഷിക്കുന്നത് ഒഴിവാക്കണം. അതേസമയം നിങ്ങളുടെ സ്കോർ സ്വയം പരിശോധിക്കുന്നത് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്താനും സ്കോർ മെച്ചപ്പെടുത്താനും സഹായിക്കും. വരുമാനം ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുന്നതിലെ ഒരു ഘടകമല്ല. ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനം പരിഗണിക്കുന്നുമില്ല. ഒരാളുടെ തിരിച്ചടവ് ശേഷി, വായ്പകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, വായ്പകളുടെ എണ്ണം, ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ അനുപാതം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതായത് വലിയ വരുമാനമുള്ള ഒരാൾ കൃത്യമായി ബില്ലുകൾ അടയ്ക്കുന്നില്ലെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് സ്കോർ കുറവായിരിക്കും. മറുവശത്ത് കുറഞ്ഞ വരുമാനമുള്ള ഒരാൾ കൃത്യമായി ബില്ലുകൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉയർന്ന സ്കോറും ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യതയുടെ ചരിത്രം റിപ്പോർട്ടിൽ നിന്ന് ഇല്ലാതാക്കാനും സാധിക്കില്ല. നിങ്ങൾ ക്ലോസ് ചെയ്ത അക്കൗണ്ടുകൾ പോലും വർഷങ്ങളോളം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഒരു തവണ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പിന്നീട് ആ ബില്ല് അടച്ചാലും അത് നിങ്ങളുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ രേഖപ്പെടുത്തും. അതുകൊണ്ട് പഴയ ബില്ലുകൾ തീർത്ത് ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സഹായിക്കില്ല. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. വായ്പ എടുക്കുകയോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഉണ്ടാവില്ല. ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുന്നത് വായ്പ തിരിച്ചടവ് പോലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താത്ത ഒരാൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവില്ല. സ്കോർ ഇല്ലാത്തതിനാൽ ഇവർക്ക് ഭാവിയിൽ വായ്പ എടുക്കാൻ പ്രയാസം നേരിടാം. കാരണം ബാങ്കുകൾക്ക് ഇവരുടെ സാമ്പത്തികപരമായ ഉത്തരവാദിത്തം വിലയിരുത്താനും സാധിക്കില്ല. ഇന്ത്യയിൽ സിബിൽ, എക്സ്പീരിയൻ, ഇക്വഫാക്സ്, ഹൈമാർക്ക് തുടങ്ങിയ നിരവധി ക്രെഡിറ്റ് ബ്യൂറോകളുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുന്നു. എന്നാൽ ഇവ ഓരോന്നിനും അവരുടേതായ രീതികളുമുണ്ട്. അതിനാൽ ഈ ക്രെഡിറ്റ് ബ്യൂറോകളിൽ ഓരോന്നിലുമുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് സ്കോർ കൂടാതെ മറ്റു ചില ഘടകങ്ങളും പരിഗണിക്കാറുണ്ട്. ഉദാഹരണത്തിന് വരുമാനം, ജോലി, ആസ്തികൾ, വായ്പയുടെ തരം തുടങ്ങിയവ. ചില സ്ഥാപനങ്ങൾ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ഉയർന്ന പലിശ നിരക്കിൽ വായ്പ നൽകാൻ തയ്യാറായേക്കാം. അതുപോലെ ചില സ്ഥാപനങ്ങൾ വായ്പ ലഭിക്കുന്നതിന് ഒരു ഗ്യാരണ്ടറെ ആവശ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകമാണിത്. വായ്പകളുടെ EMIകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും കൃത്യസമയത്ത് അടയ്ക്കുന്നത് നല്ലതാണ്. ക്രെഡിറ്റ് കാർഡ് പരിധിയുടെ 30% മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. സുരക്ഷിതമായ വായ്പകളും സുരക്ഷിതമല്ലാത്ത വായ്പകളും ഒരുമിച്ചെടുക്കുന്നത് സ്കോർ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഒരേ സമയം നിരവധി വായ്പകൾക്കായി അപേക്ഷിക്കുന്നതും ഒഴിവാക്കണം. സാമ്പത്തികപരമായ ലക്ഷ്യങ്ങൾ നേടാൻ ഉയർന്ന ക്രെഡിറ്റ് സ്കോറും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക.